എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹമെന്നും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് എഫേസ്യ സഭയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതുന്ന ദൂതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. നമ്മളത് പറഞ്ഞു, ഓരോ സഭയ്ക്കും എഴുതുന്ന ദൂത് 3 വിധത്തിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഒന്ന്, ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. എഫേസോസ് കാലഘട്ടം. സ്മിർന സഭയ്ക്ക് പറയുമ്പോൾ സ്മിർനയുടെ ഒരു കാലഘട്ടം, അതൊരു കാലഘട്ടത്തിലെ വിശ്വാസികൾ എല്ലാവരെയും അത് സൂചിപ്പിക്കുന്നു. 2, അത് വ്യക്തിപരമായി ഒരു സഭയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാമതായി എക്കാലത്തുമുള്ള വ്യക്തിപരമായി വിശ്വാസികളോടുള്ള ബന്ധത്തിലും ആ ദൂത് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ പഠിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന സമയത്തോ ഒരു പ്രത്യേക വിധത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുന്നത്. ഒന്ന്, സകലതും അറിയുന്ന കർത്താവ് പറയുന്നു, ഞാൻ അറിയുന്നു, സഭയെ അവൻ അറിയുന്നു. സകലതും അറിയുന്നവനായ, ശോധന ചെയ്യുന്നതായുള്ള ദൈവം ആ സഭയുടെ നന്മകൾ ആദ്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഭയുടെ ബലഹീനത, കുറവുകളെ അവരുടെ മുമ്പിൽ നിരത്തി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് പഠിച്ചു, എഫേസ്യ സഭയുടെ നന്മകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോന്നും അക്കമുട്ട് നിരത്തുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു, നിങ്ങളുടെ പ്രവൃത്തി എനിക്കറിയാം, എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അറിയാം, ദൈവരാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രയത്നത്തെ, അവരുടെ അധ്വാനത്തെ ദൈവം അറിയുന്നു. ദൈവം അവരുടെ സഹിഷ്ണുതയെ അറിയുന്നു. കൊള്ളരാത്തവരെ സഹിച്ചുകൂടാത്തത് കർത്താവ് അറിയുന്നു. അതിലുപരി അപ്പോസ്തലന്മാരെ അല്ലാതെ ഇരിക്കുക, കള്ള അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ആളുകളെ അവരെ വിവേചിച്ച് അവരെ മനസ്സിലാക്കി കള്ളന്മാർ എന്ന് കണ്ടത് ദൈവം അറിയുന്നു. അവർ തളർന്നു പോകാഞ്ഞത്, വിശ്വാസ ജീവിതത്തിൽ അവർ തളർന്നു പോകാഞ്ഞത് ദൈവം അറിയുന്നു. അങ്ങനെ അവിടെ നന്മകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമാണ് തിന്മകളെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടെ താഴോട്ട് വരുമ്പോൾ പറഞ്ഞു, നിക്കല്യവരുടെ ഉപദേശത്തെ നിങ്ങൾ വെറുക്കുന്നു, അത് ഞാനും വെറുക്കുന്നു. നിക്കല്യവരുടെ ഉപദേശം എന്ന് പറയുന്നത് നോസ്റ്റിക് ഒരു വാദഗതിയാണ്. ആ ആളുകളുടെ വാദം അനുസരിച്ച് അവർ പറയുന്നത് ശരീരം നിത്യമായിട്ടുള്ളതല്ല, അത് അല്പകാലത്തേക്കുള്ളതാണ്. ആത്മാവാണ് നിത്യമായിട്ടുള്ളത്, അതാണ് വിശുദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങളൊന്നും ഒരു പാപമല്ല. അവർ അഡൽട്ടറിയെയും വ്യഭിചാരത്തെയും അധാർമികതയും ഒക്കെ അവർ പരിപോഷിപ്പിക്കുന്നവരാണ്. അതുമാത്രമല്ല, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് അത് പാപം എന്ന് അവർ ചിന്തിക്കുന്നില്ല, അത് ഭക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ബാലാക്കിൻ്റെ ഉപദേശത്തോടും ത്രിയതര സഭയിൽ പറയുന്നതായിരിക്കുന്ന ഈസബേലിൻ്റെ ഉപദേശത്തോടും തുല്യമായിരിക്കുന്ന ഒന്ന്, ശരീരത്തിൽ ചെയ്യുന്ന അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ അത് സിൻഫുൾ അല്ല എന്ന് പഠിപ്പിക്കുന്ന ഒന്ന്. അതുകൊണ്ട് എത്ര ഭാര്യമാരെ അവരെടുക്കുന്നതിനും വ്യഭിചാരം ചെയ്യുന്നതിനും ഈ വാദഗതിക്കാർ നിക്കൊല്യ ഉപദേശം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനത് വെറുക്കുന്നു, അത് നിങ്ങളും വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു നന്മയും എഫേസ്യ സഭയെക്കുറിച്ച് പറയുവാനായിട്ട് ഉണ്ട്. നമുക്ക് 2-3 കൂട്ടം ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, അവരെപ്പോഴും ലീഗലിസ്റ്റിക് ആയിരിക്കുന്ന ആളുകൾ. എപ്പോൾ പറഞ്ഞാലും നിയമം, ഭരണഘടന, നിയമം അങ്ങനെ പറയുന്ന നിയമത്തിൽ മാത്രം നോക്കി നിൽക്കുന്ന ലീഗലിസ്റ്റിക് ആയിരിക്കുന്ന ആളുകൾ. നമുക്കവർ ലീഗലിസ്റ്റിക് എന്ന് വിളിക്കാം. രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്, ലിബറൽസ്. അവർക്ക് നിയമമൊന്നും ബാധകമല്ല. ലോകത്തിൻ്റെ നിയമത്തെയും മറ്റെല്ലാ നിയമങ്ങളെയും ഒരുപക്ഷെ പുച്ഛിക്കുന്നവർ, നിയമത്തെ അനുസരിക്കാതെ അതിനോട് എപ്പോഴും എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന ലിബറൽസ് ആയിട്ടുള്ള ഒരിക്കൽ ആൾക്കാർ. എന്നാൽ ഇത് 2 കാര്യവും അല്ല. എന്നാൽ അതിനിടയിൽ ലിബറൽസും അല്ല, നിയമം പാലിക്കുകയും എന്നാൽ നിയമത്തിൻ്റെ കർക്കശ്യമായിരിക്കുന്ന വശങ്ങളല്ല. കർത്താവ് പറഞ്ഞതുപോലെ കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനോഭാവം, അതാണ് പലപ്പോഴും ദൈവഹിതപ്രകാരമുള്ള ഒന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, നിക്കൊല്യവരുടെ ഉപദേശത്തെ ദൈവം വെറുക്കുന്നു, അതുപോലെ എഫേസ്യ സഭയും അത് വെറുക്കുന്നു. ആ ഒരു നന്മയെയും ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ നന്മകളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ എഫേസ്യ സഭയെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിരിക്കുന്ന കർത്താവ് അവരെ ശോധന ചെയ്തിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു കുറവുണ്ട്,
ആ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ പോയി ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. യേശു കർത്താവിനോട് അവർ കാണിച്ച ആദ്യ സ്നേഹം, അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹത്തിന്റെ ആഴം അത് ഇപ്പോൾ ഇല്ല. എഫേസു സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് എഫേസു സഭ. എഫേസോസ് എന്ന് പറയുന്ന സ്ഥലം ഒരു റോമൻ കോളനി ആയിരുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകത്തിന്റെ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്ന അർത്തമോസ് അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ഒരു വലിയ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്ന ഒരു വലിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തോടുള്ള ബന്ധത്തിൽ ദേവദാസി സിസ്റ്റംസ് അവിടെ ഉണ്ടായിരുന്നു. വ്യഭിചാരം, അതിന്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ വ്യഭിചാരം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു എഫേസോസ് പട്ടണമെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, അധാർമികത മാത്രവുമല്ല, മന്ത്രവാദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലവുമായിരുന്നു എഫേസോസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്ന സമയത്തോ അവർ യേശു കർത്താവിൽ വിശ്വസിച്ചു വന്നപ്പോൾ മന്ത്രവാദങ്ങളുടെ അവരുടെ പുസ്തകം എല്ലാം അവർ തീയിട്ട് ചുട്ടുകളഞ്ഞു. മറ്റാർക്കും അത് കൊടുത്തതല്ല, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചതുമല്ല, താൽക്കാലികമായിട്ട് ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചു മാറ്റിവെച്ചതുമല്ല. അവർ അതെന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു, തീയിട്ട് ചുട്ടുകളഞ്ഞു. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി അത് 50,000, അതിന്റെ വില കണക്കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. അത്രത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ അതൊക്കെയും നശിപ്പിച്ചു കളയുവാൻ അവരുടെ സ്നേഹം അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വെളിപ്പെടുത്തിയ ഒരു സഭയായിരുന്നു എഫേസു സഭ. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഹന്നാന് വെളിപ്പാട് കൊടുക്കുന്ന സമയത്ത് ആ സഭയെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവത്തോടുള്ള നിങ്ങളുടെ ആ ആദ്യത്തെ എരിവ്, ആദ്യത്തെ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു. തമ്മിലും സഭയിലെ വിശ്വാസികൾ തമ്മിലുമുള്ള സ്നേഹത്തെ വിട്ടുകളഞ്ഞു. ദൈവമക്കളെ, ഈ കാലത്തേക്കും ഉള്ള ഒരു ദൂതാണ്. ഇക്കാലത്തും ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളഞ്ഞു. ആരാധനയുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ബ്ലസ് എന്ന് പറയുന്ന ബ്ലസ് കൊല്ലം, ബ്ലസ് തിരുവല്ല, ഇങ്ങനെ പറയുന്ന ഒരു സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ബ്ലസ് തുടങ്ങിയ കൺവെൻഷൻസുകൾ, മീറ്റിംഗ്സുകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. എന്നാൽ ദൈവജനത്തിന് ദൈവത്തോടുള്ള സ്നേഹം അത് പ്രപ്പോഷനായിട്ട് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പുണ്ടായിരുന്നത് പോലെ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒന്ന് പലപ്പോഴും കാണുന്നില്ല. ഉപരി വിപ്ലവമായിരിക്കുന്ന ഒന്ന് മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റെന്തിനോ വേണ്ടിയുള്ള ലൗകികമായിരിക്കുന്ന ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കാണിക്കുന്ന ഉപരി വിപ്ലവമായിരിക്കുന്ന ഒരു സ്നേഹം മാത്രമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മറച്ചു വെക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. അവനത് അറിയുന്നു. ഇക്കാലത്തുമുള്ള വിശ്വാസികളോട് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് ഇതാണ്: ദൈവത്തോടുള്ള നമ്മുടെ ആദ്യത്തെ സ്നേഹം, രക്ഷിക്കപ്പെട്ട നാളിൽ സ്നേഹം നമുക്കുണ്ടോ? ആ എരിവ് നമുക്കുണ്ടോ? ആ തീഷ്ണത നമുക്കുണ്ടോ? നമ്മെ തന്നെ നാം ശോധന ചെയ്യേണ്ട ഏറ്റവും ഉള്ള ഒരു കാര്യമാണ് ആ തീഷ്ണത നമ്മിൽ കുറഞ്ഞു പോയോ എന്നുള്ളത്. ഒരു പക്ഷേ ദൈവസ്നേഹത്തിന് കുറവ് പറ്റുവാൻ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ ഇതിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, നിങ്ങൾ ഏതിൽ നിന്നാണ് വീണത്? നിങ്ങൾ ആദ്യ സ്നേഹത്തിന് വീഴ്ച പറ്റിയത് എത്ര വലുതാണ് നിങ്ങളൊന്ന് തിരിച്ചറിയണം. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഒരു പക്ഷേ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു കളയാൻ മറ്റു പല സ്നേഹം അവരുടെ ഉള്ളിലേക്ക് വന്നു കാണും. അതൊരു പക്ഷേ ലോകത്തോടുള്ള സ്നേഹം. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റു സ്നേഹം, പ്രിയനുമായുള്ള സ്നേഹത്തെക്കാൾ മറ്റു സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, മറ്റു പലതിലേക്ക് നമ്മൾ ശ്രദ്ധയൂന്നുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് ഇടവ് പറ്റുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹം പാർട്ട് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവനിൽ മാത്രമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്നേഹം അവന് വേണ്ടി അവൻ പൂർണ്ണ തോതിൽ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. മറ്റെന്തിലെങ്കിലുമൊക്കെ നമ്മുടെ സ്നേഹം വീണുപോയി എങ്കിൽ, ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ മറ്റ് എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ ഇസഹാക്കിനെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് വേണ്ടി യാഗമാക്കണം. ദൈവം അവന് പരിശോധന വിധേയമാക്കുകയാണ്. അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം, പഴയ സ്നേഹത്തിന്റെ ആഴത്തെ പരിശോധന വിധേയമാക്കുന്നതായിരിക്കുന്ന
ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ നാം ഒന്ന് ശോധന ചെയ്താൽ ആ സ്നേഹത്തിൻ്റെ ആഴത്തിന് എവിടെയാണ് കുറവ് വന്നു പോയത് എന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം എവിടെ വീണിരിക്കുന്നു, എവിടെയാണ് നമ്മൾ വീണുപോയത്? എഫേസസിലെ സഭയോട്, വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എവിടെയാണ് വീണുപോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മടങ്ങി വരണം. ആദ്യത്തെ പ്രവൃത്തി, ആദ്യം എന്നോടുണ്ടായിരുന്ന, രക്ഷിക്കപ്പെട്ട നാളിൽ എന്നോടുണ്ടായിരുന്ന ആ എരിവും തീഷ്ണതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരണമെന്ന് പറയുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെടണം. ആരോടാണ് പറയുന്നത്? സഭയോടാണ് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായിരിക്കുന്ന സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറയുന്ന ഒന്ന് 180 ഡിഗ്രിയിൽ നമ്മൾ വരുന്ന ഒന്നാണ്. നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ ജീവിതം നേരെ ഓപ്പോസിറ്റ് എതിർ ദിശയിലേക്ക് വരുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിന് മനഃപൂർവമായി നേരെ എതിർവശമായിരിക്കുന്ന ഒന്ന്, അതാണ് മാനസാന്തരം. നമ്മുടെ ജഡികമായ സ്വഭാവം മാറി ആത്മാവിന്റെ സ്വഭാവം, യേശു കർത്താവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായിത്തീരുന്നതാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാനസാന്തരം ഒരിക്കലായിട്ട് സംഭവിക്കുന്നു. അത് ദിനംതോറും സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം അതിനെ പൂർണ്ണമായിട്ടും വിട്ട് ദൈവ സ്വഭാവത്തോട് നാം അനുരൂപരായി തീരണം. മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇപ്പോൾ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ആദ്യത്തെ പ്രവൃത്തി, അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അവിടെ കുറവുകളെ കുറിച്ച് ദൈവം കർത്താവ് പറയുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുന്നു. നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എടുത്തു മാറ്റിക്കളയും. അതിൻ്റെ അർത്ഥം, നിലവിളക്ക് എന്ന് പറയുന്നത് സഭയാണ്. നമുക്ക് കാണാൻ, നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. സഭയാണ് നിലവിളക്ക്. അതിൻ്റെ അർത്ഥം, ഈ സഭയെ ഞാൻ എടുത്ത് മാറ്റിക്കളയും. ദൈവമക്കള്, ഇന്ന് എഫേസോസിൽ അങ്ങനെ ഒരു സഭ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് എഫേസോസ് എന്ന് പറയുന്ന പട്ടണം ഇന്ന് മോഡേൺ ടർക്കിയിലാണ്. അതിന്റെ വെസ്റ്റേൺ പാർട്ടിലാണ് ഇന്ന്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഭ ഇന്ന് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സഭയെ ദൈവം എടുത്ത് മാറ്റിക്കളഞ്ഞു. എക്കാലത്തും ദൈവമക്കളെ, ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, അത് നിമിത്തം ആ പാപത്തിന്റെ ശിക്ഷയായി പലപ്പോഴും സഭ അല്ലെങ്കിൽ അതൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന കാര്യം. ദൈവമക്കളെ, നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചില കാര്യം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നാം ചെയ്യുന്നില്ല എങ്കിൽ നമ്മെ അതിന്റെ സ്ഥാനത്ത് നിന്നും നീക്കിക്കളയുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുന്ന ആളുടെ സമയത്ത് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരിക്കുന്ന ശൗലിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ശൗലിനെ കുറിച്ച് ദൈവം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, ചില ഉത്തരവാദിത്വങ്ങൾ ശൗലിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ അവൻ ചെയ്ത ഉത്തരവാദിത്വത്തിൽ ദൈവം അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അവൻ പൂർണ്ണ പരാജയം ആയിരുന്നു. പല പ്രാവശ്യവും ദൈവം അവനെ റിമൈൻഡ് ചെയ്തിട്ടും ആ കാര്യത്തിൽ അവനൊരു പരാജയമായിരുന്നതുകൊണ്ട് ദൈവം ശൗലിനെ അവിടെ നിന്നും എടുത്തു മാറ്റുകയാണ്. ദൈവം അവന്റെ രാജ്യത്തിൽ നിന്നും ശൗലിനെ മാറ്റിയത് കൊണ്ട് ശമൂവേൽ വളരെ ദുഃഖിച്ചു കരയുന്നു. എന്നാൽ ദൈവം ശമൂവേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ശൗലിനെ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് നീ എന്തിന് കരയുന്നു? ഞാൻ അവനു പകരമായി ഇശായിയുടെ പുത്രൻ ഞാൻ ഒരുവനെ രാജാവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ നാം പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോ, ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ നമുക്ക് പകരം മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കുന്നവൻ ആണ്. എഫേസസ് സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. എന്നാൽ അവരിലത് പരാജയപ്പെട്ടു. കാരണം ഇന്ന് ആ സഭ നമുക്കവിടെ, ആ തരത്തിലൊരു സഭ ഇന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് നമ്മൾ കഴിയുന്നില്ല. എക്കാലത്തും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടുത്തതായിട്ട് പറയുന്നു, ഓവർകമേഴ്സ്, ജയിക്കുന്നവന് ഞാൻ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ ഞാൻ കൊടുക്കും. ജയിക്കുന്നവന് എന്ന് പറഞ്ഞാൽ ദൈവം കാണിച്ചു തരുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം വന്ന്
പൂർണ്ണ തോതിൽ മടങ്ങി വരുന്ന ഒന്നാണ് ഓവർകമേഴ്സ്, അതിനെ ജയിക്കുക. അപ്പോൾ ഓവർകമേഴ്സ്, ജയിക്കുന്നവന് എക്കാലവും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ജയാളികളായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ജയാളിയാണ്. അവൻ ഒരിക്കലും പരാജയപ്പെട്ടവനല്ല, അവൻ ജയിച്ചവനാണ്. ജയിച്ചവനായിരിക്കുന്ന കർത്താവ് നമ്മോട് പറയുന്നത്, ഞാനും ജയിച്ച് എൻ്റെ സിംഹാസനത്തിലിരുന്നത് പോലെ നിങ്ങളും ജയിച്ച് സിംഹാസനത്തിലിരിക്കണം. നമ്മെ വ്യക്തിപരമായും കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ജയാളികളായി മാറണമെന്നാണ്. ഓവർകമേഴ്സ്. അപ്പോൾ ഓവർകമേഴ്സിന്, ജയാളികൾക്കുള്ള ഒരു വലിയ പ്രതിഫലം അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാനായിട്ട് നമുക്ക് തരും. ഏതൻ പറുദീസയിൽ മനുഷ്യൻ പാപത്തിന്റെ ഫലമായി നഷ്ടപ്പെടുത്തിയ ഒന്നാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. നമുക്കറിയാം, ഏതനിൽ ജീവവൃക്ഷത്തിന്റെ ഫലവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലവും അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യർ ജീവവൃക്ഷത്തിന്റെ ഫലത്തേക്കാൾ കാൺമാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ ഉത്തമവും ആയിട്ട് അവർ കണ്ടത് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തെയാണ് അവർ കണ്ടത്. ആകയാൽ അവർ പരീക്ഷിക്കപ്പെട്ടു, പരാജയപ്പെട്ടു പോയി. അവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ദൈവമക്കളെ, എന്നാൽ അന്ന് ആദിമ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ആ ജീവവൃക്ഷത്തിന്റെ ഫലം സ്വർഗത്തിൽ, പറുദീസയിൽ അവൻ നമുക്ക് വേണ്ടി, മൂന്നാം സ്വർഗത്തിൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജയാളികളായിരിക്കുന്ന ദൈവമക്കൾ അവനോടുകൂടെ പറുദീസയിൽ ആയിരിക്കും. അവർ വൃക്ഷത്തിന്റെ ഫലം തിന്നും. ഒരു ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ, ജയാളികളായിരിക്കുന്നവർക്ക് മാത്രമേ പറുദീസയിൽ, മൂന്നാം സ്വർഗത്തിൽ നമ്മുടെ ആത്മാവ് ശരീരം വേർപെടുമ്പോൾ അവിടെ പോകുവാനായിട്ട്, സ്വർഗത്തിൽ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ, പറുദീസയെ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കള് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പാപലോകത്തിൽ, ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിന് വശീകരിക്കപ്പെട്ട, മോഹങ്ങൾക്ക് വശീകരിക്കപ്പെട്ട, വചനം പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാർ നാം ജഡത്തിനായിട്ട് ചിന്തിപ്പാനായിട്ട് പാടില്ല. ജഡത്തെയും ജഡം കൊണ്ടുവരുന്ന മോഹങ്ങളെയും നമുക്ക് ജയിച്ച് നമുക്ക് മുന്നേറണം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഈ വലിയ പ്രത്യാശയിൽ ഞാനും നിങ്ങളും പങ്കാളികളാകേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു അനുഭവം, അതിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ അവൻ കേൾക്കട്ടെ. അനുസരിപ്പാൻ, അതർത്ഥം ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ, താല്പര്യമുള്ളവൻ അവൻ കേൾക്കട്ടെ, അനുസരിക്കട്ടെ. ആർക്കാണ് അനുസരിക്കുവാനായിട്ട് താല്പര്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, കേട്ട് അനുസരിക്കുവാൻ താല്പര്യമുള്ളവൻ അവൻ കേൾക്കട്ടെ, അനുസരിക്കട്ടെ. ദൈവമക്കളെ, ഓപ്ഷൻ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം. ദൈവത്തിന്റെ ആലോചനകളെ നമുക്ക് പുറംകാലുകൊണ്ട് നമുക്ക് ചവിട്ടിക്കളയാം, അല്ലെങ്കിൽ നമുക്കതിനെ കേട്ട് ശ്രദ്ധയോടെ നമുക്ക് പാലിച്ച് അനുസരിപ്പാനായിട്ടും കഴിയും. കർത്താവ് ആരെയും നിർബന്ധിക്കുകയല്ല. ഓപ്ഷൻസ് കർത്താവ് നമുക്ക് തന്നെ തന്നിരിക്കുകയാണ്. തീരുമാനം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. കേൾക്കാൻ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ, അനുസരിപ്പാൻ തയ്യാറുള്ളവൻ അവൻ കേൾക്കട്ടെ, അനുസരിക്കട്ടെ. ആകെ ദൈവത്തിന്റെ വചനത്തെ നാം നിരസിച്ചു കളയുകയല്ല. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് നമുക്ക് മുന്നേറുവാനായിട്ട് ഇടയായി തീരണം. സഭയോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. ആ ദൈവസ്നേഹത്തിലേക്ക് അവരെക്കുറിച്ച് പ്രശംസിപ്പാനായിട്ട് ഒരുപാട് കാര്യമുണ്ടെങ്കിലും ആ ഒരു കുറവ് നിമിത്തം നിങ്ങളുടെ പറുദീസയിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഒത്തിരി നന്മ നിങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുറവ് നാം നികത്താഞ്ഞാൽ നിങ്ങൾക്ക് എന്നേക്കുമായി സഭ എന്നുള്ള ബന്ധത്തിലും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ മക്കള്, നമ്മൾ ഒരുപാട് കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ചെലവിടുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നമ്മുടെ പറുദീസ നമുക്ക് നഷ്ടമായി തീരും, സ്വർഗം നമുക്ക് നഷ്ടമായി തീരും. ആകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നന്നായി ശോധന ചെയ്യാം, കുറവുകളെ നമുക്ക് കാണാം. അതിനെ പരിഹരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയ ദൈവമേ, നല്ലൊരു പ്രഭാതം നീ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി നല്ല ഉറക്കം തന്നു. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ ദൈവം സഹായിക്കണം. ജയാളികളായി ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളെ കർത്താവിനെ നീ കാണിച്ചു തരണം. ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് മനഃപൂർവ്വമായി കർത്താവിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ദൈവം ഞങ്ങളെ ഏവരെയും സഹായിക്കണം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പിതാവിനെ അങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ പുണ്യനാമത്തിൽ തന്നെ.